നമസ്കാരം. വിവാദങ്ങൾ കത്തി നിൽക്കെ ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ നൽകി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണമായി പിന്തുണ നൽകുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അയ്യപ്പന്റെ പ്രശസ്തി ആഗോളതലത്തിൽ അറിയിക്കുകയാണ് ലക്ഷ്യം. ദേവസ്വം ബോർഡിന്റെ ആശയം മികച്ചതാണ്. സംഗമം വിജയിച്ചാൽ അയ്യപ്പ ഭക്തരുടെ പ്രവാഹമുണ്ടാകും. കൂടുതൽ അയ്യപ്പ ഭക്തരെത്തുന്നത് സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തും. പഴയ ശബരിമല കേസുകൾ തീർക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു NSSന്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ആഗോള അയ്യപ്പ സംഗമത്തിന് പരിപൂർണ പിന്തുണ ഇല്ല എന്നായിരുന്നു NSSന്റെ വിശദീകരണം. ഇതിനിടയിലാണ് പിന്തുണയുമായി വെള്ളാപ്പള്ളി എത്തുന്നത്. ആചാരത്തിന് കോട്ടമില്ലെങ്കിൽ നല്ലത്, എന്നാൽ സമിതി നേതൃത്വം രാഷ്ട്രീയ മുക്തമാക്കണമെന്ന നിർദ്ദേശവും NSS മുന്നോട്ട് വെച്ചിരുന്നു. ഉപാധികളോടെയാണ് പിന്തുണ എന്നറിയിച്ച G. സുകുമാരൻ നായർ സമിതിയിൽ അയ്യപ്പ ഭക്തർ വേണമെന്നും പറഞ്ഞിരുന്നു. നിലവിൽ മുഖ്യമന്ത്രിയാണ് മുഖ്യ രക്ഷാധികാരി, സമിതിയിൽ മന്ത്രിമാരാണ് മറ്റംഗങ്ങൾ. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം വലിയ വിവാദമാവുകയാണ്. ഭക്തരെ വിവിധ തട്ടുകളായി തിരിച്ചതിന് പുറമെ പിണറായി വിജയൻ അയ്യപ്പ ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറുനാടൻ മലയാളി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം വിവാദമായത്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിവാദമാക്കരുതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചത്. ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യമിട്ടതെന്നും വിശ്വാസവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. വിവിധ മതസമുദായ സംഘടനകളെ ക്ഷണിക്കും, രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കുന്നത് ആലോചിക്കും. ആചാരവിരുദ്ധമായ ഒന്നും അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി നടക്കില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള നീക്കത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. ഇതിനിടെയാണ് ജ്യോതിഷ ചാർത്തും പുറത്തേക്ക് വരുന്നത്. നേരത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിച്ച ബിന്ദു അമ്മിണിയും പ്രതികരിച്ചിരുന്നു. അയ്യപ്പ സംഗമം സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും ലക്ഷ്യം മറ്റൊന്നാണെന്നും ബിന്ദു അമ്മിണി പറഞ്ഞു. സർക്കാർ ശബരിമല കയറിയ സ്ത്രീകളെ ചേർത്ത് നിർത്തിയില്ലെന്നും പറഞ്ഞു. എന്റെ കേസുകളിൽ തെളിവ് നശിപ്പിച്ചു. തെളിവടങ്ങിയ CD കോടതിയിൽ എത്തിച്ചത് ഒടിഞ്ഞ നിലയിലാണ്. സുരക്ഷയ്ക്ക് നിയോഗിച്ച പോലീസിൽ നിന്നും പ്രശ്നങ്ങളുണ്ടായി. ഞാൻ അപേക്ഷിച്ചതിനാൽ 2024 ദാക്ഷായണി വേലായുധൻ അവാർഡ് നൽകേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അനുവാദം നൽകിയില്ലെന്നും ബിന്ദു അമ്മിണി പ്രതികരിച്ചു. എന്നാൽ സ്ത്രീകളെ ശബരിമല എത്തിച്ചതിൽ പരിഹാരമാണ് അയ്യപ്പ സംഘം എന്ന സൂചനകളാണ് ചാർത്ത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ബിന്ദു അമ്മിണി അങ്ങോട്ട് കൊണ്ടുപോകില്ല എന്നത് വ്യക്തമാണ്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ താല്പര്യം അറിയിച്ച് ബിന്ദു സർക്കാരിന് കത്തയച്ചിരുന്നു. എന്നാൽ കത്ത് അവഗണിച്ചെന്നാണ് ബിന്ദുവും പറയുന്നത്. ആഗോള അയ്യപ്പ ഭക്തരെ ഒരുമിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് സർക്കാരിന്റെ വാദം. സംഗമത്തിലെത്തുന്നവർക്ക് ദർശന സൗകര്യം ഒരുക്കും. സംഗമത്തിൽ 3000 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. അതും ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ആളുകൾ എത്തും. മഹാപാപ പരിഹാരം എന്ന തരത്തിൽ രണ്ടാം ദോഷ പരിഹാരമായി ഇത് മാറും. ലോകമെമ്പാടുമുള്ള ഭജന സംഘങ്ങൾ ഒന്നായി ഭജനം ചെയ്യുക, ആഗോള സഹഭജനം എന്നാണ് ഇതിനെ ജ്യോതിഷ ചാർത്തിൽ പറയുന്നത്. എന്തായാലും ആഗോള അയ്യപ്പ സംഘം വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ഇതിന് പിന്തുണ നൽകുന്ന സമീപനമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. എന്നാൽ NSS അടക്കമുള്ള സംഘടനകൾ സംശയത്തിലുമാണ്.